ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനൊരു 10-25 ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിനുവേണ്ടി നമുക്ക് കുറച്ച് നട്ട്സ് വേണം. കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്, ബദാം പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ അതിലേക്ക് വാൽനട്ട് എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ ചിരകിയതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിലുള്ള നട്ട്സ് മാത്രം എടുത്താൽ മതിയാവും. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഈ ഈന്തപ്പഴത്തിൻ്റെയൊക്കെ കുരുവൊക്കെ കളഞ്ഞ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഈ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് നട്ട്സ് എല്ലാം ഇട്ട് കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആദ്യം നമുക്കിതിലേക്ക് ബദാം പരിപ്പ് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്ത ശേഷം വാൽനട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുത്ത ശേഷം മാത്രമേ നമ്മളിതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചില കുട്ടികൾ നട്ട്സും ഈന്തപ്പഴം ഒന്നും കഴിക്കാറില്ല. അപ്പോൾ അവർക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതിയാകും. കുഞ്ഞുങ്ങൾക്ക് മുട്ടായി പറഞ്ഞ് നമ്മൾ കൊടുത്താൽ മതി, അവർ കഴിച്ചോളും. അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നല്ലതുപോലെ എല്ലാ ഭാഗവും നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ്. ഞാനിതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും 3 ഏലക്കയും കൂടി ഇട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഇതിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ 1 സ്പൂൺ പഞ്ചസാര മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ ഒരു ഏലക്ക പൊടിച്ച് കിട്ടാൻ വേണ്ടി മാത്രമാണ് എടുക്കുന്നത്, അല്ലാതെ യാതൊരു നിർബന്ധവും ഇല്ല പഞ്ചസാര ചേർത്ത് കൊടുക്കണമെന്ന്. അപ്പോൾ ഏലക്കാപ്പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഏലക്ക ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏലക്ക ഉണ്ടെങ്കിൽ, ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങളത് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ്, ഏലക്കയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കും. ചൂടോടെ തന്നെ വേണം നമ്മളിതൊന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടി. തണുക്കാൻ നോക്കി നിൽക്കരുത്, ചെറിയ ചൂടോടെ തന്നെ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴം വെച്ചിട്ടുള്ള സ്വീറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പം നമുക്കിതിനെ ഡേറ്റ്സ് ലഡു എന്നൊക്കെ പറയാം. അപ്പം നല്ല ടേസ്റ്റാണ്, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. അപ്പം നമുക്കിതെല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് വലിയ ബോൾസ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം, ചെറിയ ബോൾസ് ആണെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലൊന്ന് ബോൾസാക്കി എടുത്തിട്ട് വരാം. ഞാൻ ഇതുപോലെ നുറുട്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയുടെ നനവ് മാറി വരുന്നിടം വരെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവൂ. തേങ്ങയുടെ കളറൊന്നും മാറിപ്പോകരുത്. അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ തേങ്ങയിലൊന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമുക്കിതെല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നിങ്ങളിത് ചെയ്തെടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളിതൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടമാകും. നിങ്ങളെൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണേ. അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഈ ഒരു ഈന്തപ്പഴം വെച്ചിട്ടുള്ള ലഡു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണ്ണിക്കിച്ചൂസ് കറി വേൾഡ്. ബൈ.